സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റക്കാരനാണെന്ന് ഈ കോടതിക്ക് ബോധ്യം വന്നിട്ടുള്ളതാകുന്നു. ആകയാൽ IPC 302, 303 വകുപ്പുകൾ പ്രകാരം പ്രതിയെ മരണം വരെ തൂക്കിലേറ്റാൻ ഈ കോടതി ഉത്തരവാകുന്നു. അവനവനടാ അണ്ണാ, അവൻ ആ ഗോഡൗണിലുണ്ട്. മോനെ, നീ ചെറിയ പ്രായമാണല്ലോ. ദിവാകരൻ മുതലാളിക്കൊരു പരാതി. അയാളുടെ മോൾക്ക് ഉറക്കമില്ല. രാത്രി മൊത്തം നിന്നെ ഫോൺ വിളിയാണെന്ന്. അവളായിട്ട് വിളി നിർത്തില്ല. പിന്നെ ആകെയുള്ളൊരു വഴി നീ കേൾക്കാതിരിക്കുക എന്നുള്ളതാ. അതിനിപ്പോ എന്താ ചെയ്യുക? ചെയ്യലേട്ടാ, ചെയ്യലേട്ടാ, നീ നേരത്തെ എത്തിയോ? സാറെന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? ആ വാ പറയാം. സുഗത നേതാവ് നടക്കുകയല്ലേ ആദിവാസികളെ സംരക്ഷിക്കാൻ. അവരുണ്ടെന്ന് വെച്ച് ഇവിടെ പണക്കാർക്ക് ജീവിക്കണ്ടേ? അതീ കാര്യമില്ല ഏട്ടാ. ഏത് കൊലക്കൊമ്പനായാലും നമ്മൾ പൂട്ടും. ചേട്ടനത് മാർട്ടിനെ അങ്ങ് ഏൽപ്പിക്കും. നിനക്കറിയാമല്ലോ, അപ്പനപ്പന്മാരുടെ കാലം തൊട്ടേ ആ ഭൂമി നമുക്ക് അവകാശപ്പെട്ടതാണ്. അതെനിക്ക് ഒഴിപ്പിച്ചെടുക്കണം. അതിന് നീ വേണ്ടത് ചെയ്യണം. അതിൻ്റെ അടുത്ത് പ്രത്യേകം പറയണോ? സാറ് ധൈര്യമായിട്ട് പോയിക്കോ, ഞാനവരെ കൈകാര്യം ചെയ്തോളാം. ആ സുഗതനാണ് അതിൻ്റെ പിന്നിൽ. അവനെ സൂക്ഷിക്കണം. അത് ഞാൻ ഏറ്റു. നീ നേരിട്ടിട്ടുണ്ട്. മണിയാ, അണ്ണൻ വിളിക്കുന്നുണ്ടില്ലേ? കേറി വാ, വാടാ.
ചന്ദ്രദേവൻ സാറ് എന്താണെന്ന് വെച്ചാൽ തരും. 3 ദിവസം കൊണ്ട് ഒഴിഞ്ഞു പോയിക്കോണം. അത് അയാൾക്ക് അവകാശപ്പെട്ട ഭൂമിയാ. ഇല്ലെങ്കിൽ കുഞ്ഞുകുട്ടി അടക്കം എല്ലാത്തിനെയും കത്തിക്കും. ഞങ്ങളിനി എങ്ങോട്ട് പോകും സാറേ? ആ സുരം സാറ് പറഞ്ഞല്ലോ ഞങ്ങൾ എങ്ങും പോകണ്ടെന്ന്. എന്നാ പിന്നെ നിന്നെ കണ്ട മേളിലോട്ട് വിടൂടാ. പറഞ്ഞ പോലെ ചെയ്താൽ മതി. വിടടാ. മാർട്ടിനെ, ഈ കേസ് നീ കൈകാര്യം ചെയ്താൽ മതി. ശരിയെണ്ണ. കാടിൻ്റെ ചങ്കിൽ നിന്നൊരു പാട്ടു കേട്ടു ഞാൻ, കണ്ണീരിൻ നീണമുള്ളൊരു പാട്ടു കേട്ടു ഞാൻ. മാമരങ്ങൾ വൻമരങ്ങൾ താളം തുള്ളാതെ മാമലകൾ ഏങ്ങിക്കരഞ്ഞൊരു പാട്ടു കേട്ടു ഞാൻ. കാടിൻ്റെ ചങ്കിൽ നിന്നൊരു പാട്ടു കേട്ടു ഞാൻ, കണ്ണീരിൻ നീണമുള്ളൊരു പാട്ടു കേട്ടു ഞാൻ. ആ മാർട്ടിൻ വന്ന് പറഞ്ഞു ഞങ്ങളെല്ലാം ഈ ഊര് വിട്ട് ഒഴിഞ്ഞു പോകണമെന്ന്. നിങ്ങളെന്തിനു പോകണം? നിങ്ങളെവിടെയും പോണ്ട. നിങ്ങളെ ആരും ഇവിടെ നിന്ന് ഒഴിപ്പിക്കില്ല. ഞാൻ കളക്ടർക്കും മന്ത്രിക്കും പരാതി കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പരാതിയൊക്കെ കളക്ടർ വരുമ്പോൾ നിങ്ങൾ നേരിട്ട് പറയണം. ഞങ്ങൾ നേതാവ് പറയുന്ന പോലെ ചെയ്യാം. നിങ്ങൾ കളക്ടറോട് പരാതി പറയണം. എനിക്ക് കവലയിൽ ഒരു ഭൂസമരത്തിന് പങ്കെടുക്കണം. ഈ മണ്ണിൻ്റെ മക്കളുടെ ഭൂമിയും വെള്ളവും ഞാനുള്ളിടത്തോളം, എൻ്റെ ജീവനുള്ളിടത്തോളം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. വരട്ടെ. ஐயா, சூதன் சார் கிளம்பிட்டாரு. അയ്യോ, അമ്മേ. കാടിൻ്റെ ചങ്കിൽ നിന്നൊരു പാട്ടു കേട്ടു ഞാൻ, കണ്ണീരിൻ നീണമുള്ളൊരു പാട്ടു കേട്ടു.
ഇനി അവന്മാരെ സമാധാനിപ്പിക്കാനാ പാട്. ഓരോന്ന് എഴുതി പിടിപ്പിക്കും. ഇതിന്റെ ഉടമസ്ഥൻ വന്നില്ലേ? അവനെ ഇനി വിളി. ഡോ ഇനി വാ. താൻ കൊള്ളാലോടോ. ഇതെന്താ ക്രിമിനൽസിന്റെ ഒളിത്താവളമോ? അയ്യോ എൻ്റെ പൊന്നു സാറേ, ഈശ്വരനോർത്ത് അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ പഴയ വൈരാഗ്യമൊന്നും കാണിക്കല്ലേ. ഞാനൊരു പാവന്നേ. എന്താണോ നിന്ന് പരുങ്ങുന്നത്? അതല്ല സാറേ, അവനൊരു ബംഗാളിയായിരുന്നു, രാജസ്ഥാനി. പകലിവിടെ കളത്തി ജോലിയും രാത്രി കാവലും. അതായിരുന്നു അവന്റെ ഇവിടുത്തെ ജോലി. സാർ, ആള് മിസ്സിംഗ് ആണ്. അവനെ കിട്ടിയില്ലെങ്കിൽ താൻ തൂങ്ങും. ഞാൻ തൂങ്ങൂ? എടോ, തന്റെ കയ്യിൽ അവന്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഉണ്ടോ? ഉണ്ടാവും. ഉണ്ട് സാർ. ഹരി, ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിട്ടോളൂ. സാർ, ഈ മെമ്പർ ഹരിയുടെ കൺട്രോളിൽ തന്നെ വേണം. സാറേ, കുഴപ്പമൊന്നും ആവില്ലല്ലോ. മെമ്പറെ, എന്റെ അനുവാദമില്ലാതെ ഈ വാർഡ് വിട്ടു പോകരുത്. ആ ഫോണിൽ ഞാൻ തന്നേക്ക്. സാറിനകത്ത് ബാലൻസ് ഇല്ല. ഓ, ഇത് സുനിത കേസ് അന്വേഷിക്കുന്ന ഓഫീസറാണ്. കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ പറഞ്ഞു 2 മാസമെങ്കിലും ആവും കുട്ടിക്ക് നോർമൽ ആവാൻ. ബാക്കിയെല്ലാം ഈശ്വരന്റെ കയ്യിൽ. ഹരി, തന്റെ ഫോണിങ് എന്ന്. മോളെ, ഈ ഫോട്ടോയിൽ കാണുന്ന ആരെങ്കിലും അറിയാമെങ്കിൽ പറയണം. ഇവൻ എവിടെ ഉണ്ടെങ്കിലും ഉടനെ പൊക്കിയിരിക്കണം. സർ, ഈ സുനിത കേസ് ആകെ ഒരു തലവേദനയാകുന്ന തോന്നുന്നത്. എടോ, ആളിനെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? സർ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, മറ്റെല്ലാ സ്ഥലങ്ങളും CCTV ചെക്ക് ചെയ്തു. അവിടെ ഒന്നും അവർ എത്തിയിട്ടില്ല സർ. സാർ, അവർ കേരളം വിട്ടുപോകാൻ സാധ്യതയില്ല. എന്നാ പിന്നെ കുഴിച്ച് താഴേക്ക് പോയി കാണും. എടോ, ആ മീഡിയ ഫുൾ വെളിയിലുണ്ട്. ഞാൻ എന്താ മൊഴിയുന്നേ നോക്കി അതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് എന്നെ ഒരു വൈറലാക്കി തരാൻ. അതൊന്ന് ഓഫാക്കടോ. അതിന്റെ പേര് കേരളം തകരുന്നേ തകരട്ടെ. ഹരി, സുബോധ് എവിടെ പോയി? സർ, വാടി കടപ്പുറത്തിൽ വെള്ളം മോഷണം പോയി. അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ പോയിരിക്കുക. സാർ, ചായ പറയട്ടെ സാർ? ഇതിന്റെ ഇടയ്ക്കാണോടോ ചായ? ഹരി, ഒരു പക്ഷേ ആ ബംഗാളിയിൽ മുങ്ങിയത് ആ വള്ളത്തിലാണെങ്കിലോ? അതെ സാർ, ആ സാധ്യത തള്ളിക്കളയാനാവില്ല. Then what's the delay? ആ വള്ളത്തിന്റെ ഓണറിനെ എനിക്ക് ഇന്ന് തന്നെ കാണണം. ഏർപ്പാട് ചെയ്യൂ. ഓക്കെ സർ. ആ ഫൂട്ടേജ് ഒന്ന് അയച്ചേ. ആ തുറമുഖത്തെ അത് തന്നെ. ശരി, ഞാൻ ചെക്ക് ചെയ്തോളാം. ഹരി, ആ മാപ്പിള അയച്ച ഫോട്ടോ ഒന്ന് കാണിച്ചേ. ഏത്? ആ പെൺകുട്ടിയെ കൊന്ന്. ഓ,
എന്താണ് സാറന്മാരെ? കുറ്റവാളി വിളിപ്പിക്കുന്നതാണോ തന്റെ പണി? സാറേ, എന്റെ വള്ളം ഒരു മോട്ടിച്ചോണ്ട് പോയതാ, എനിക്കൊന്നും അറിയത്തില്ല. അത് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. തന്റെ വള്ളത്തിൽ എത്ര കിലോമീറ്റർ പോകാനുള്ള എണ്ണ ഉണ്ടായിരുന്നു? സാറേ, ഏകദേശം 40 കിലോമീറ്റർ പോകാൻ പറ്റും സാർ. താൻ പൊക്കോടോ. ശരി സാറേ. ഗുഡ് മോർണിംഗ് സാർ, ഡേവിഡ് ആണേ. താൻ എവിടാടോ? കുറെ കാലമായല്ലോ വിളിച്ചിട്ട്. ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങ്. സാറുമായിട്ടൊന്ന് കൂടാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. കുറെ കാലമായില്ലേ കണ്ടിട്ട്. എന്താടോ ഇപ്പൊ പെട്ടെന്നൊരു വിളി? സാറേ, ചെറിയൊരു ഇൻഫർമേഷൻ. സാറേ, കൊല്ലത്തു നിന്നും ഏകദേശം 40 കിലോമീറ്റർ ചുറ്റളവിൽ എത്ര ദ്വീപുകളുണ്ട്? അതിൽ ജനവാസം കുറഞ്ഞത് ഏതൊക്കെയാണ്? അതിപ്പോ ഒരുപാട് ദ്വീപുകളുണ്ട്. താൻ പറഞ്ഞത് ഒരു ദ്വീപ് മൺട്രോതുരുത്ത. എന്താ വല്ല പുലിയും ചാടി പോയോ? അതൊന്നുമല്ല സാർ, ഞാൻ വിളിക്കാം സാർ. താങ്ക് യു ഫോർ ദാറ്റ് ഇൻഫർമേഷൻ. ഓക്കെ. ഹരി, ദ്വീപിൽ ആരാ ഏർപ്പാടാക്കിയിരിക്കുന്നത്? സാർ, ഷാഡോയിലെ ഹമീദിനാണ് സാർ. Stop. പാവം പെൺകുട്ടിയെ ചുട്ടുകരിച്ചിട്ട് നീ അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയി ഒളിച്ചാലും ഞാൻ പൊക്കും.
വാങ്ങി കിടക്കടാ. പനങ്ങൾ എഴുതേക്കോ, എഴുതേക്ക് നോക്കടാ. നീ ഇനി പുറലോകം കാണത്തില്ലോ. കേറോ അങ്ങോട്ട്. സാറുമാരെ ഒന്ന് രണ്ട് വിവരങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. സാറേ, ആ നിൽക്കുന്ന പുള്ളി ഒരു മഞ്ഞപത്രക്കാരന്. പോലീസിനെ ആക്ഷേപിച്ചെഴുതുന്ന. ഓ അത് ശരി. സാറേ, സുനിത വധക്കേസിൽ 2 നിരപരാധികളെ അറസ്റ്റ് ചെയ്തെന്ന് കേട്ടു. താനാണോ തീരുമാനിക്കുന്നത്? അതിന് ഈ നാട്ടിൽ കോടതിയുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യാൻ പോയത് മേലുദ്യോഗസ്ഥന്മാർ പോലും അറിഞ്ഞില്ലല്ലോ. സാറേ, പോലീസുകാരെ തലവര മാറ്റുന്ന ആളാ. പോലീസുകാർ പേടിപ്പിച്ചെന്ന് പറഞ്ഞ പീഡിപ്പിച്ചെന്ന് എഴുതി വെക്കുന്ന ആളാ. എടോ കോപ്പേ, താൻ എന്തെഴുതി പിടിപ്പിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള എന്ത് അക്രമം നടന്നാലും പ്രതിയെ ഞങ്ങൾ പൊക്കിയിരിക്കും. അത് ലീഗലായാലും ഇല്ലീഗലായാലും. മാറിയിക്കടോ. പെരുമ്പുഴ ഇഷ്ടിക കളക്കൊലക്കേസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു. കൃത്യം നടന്ന് 48 മണിക്കൂറിനുള്ളിൽ അറസ്റ്റ്. കിഴക്കൻ ബംഗാൾ സ്വദേശികളായ ബൽചന്ദ് പാൽ, അബ്ബാസ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികൾ മണ്ഡലപുരത്തിൽ ഒളിവിൽ കഴിഞ്ഞവരെ സാഹസികമായി അറസ്റ്റ്. അറസ്റ്റിന് നേതൃത്വം നൽകിയ ഡിവൈഎസ്പി ഡേവിഡ്. ഹലോ ഡേവിഡേ. ആ സാറോ, എന്ത് പറ്റി സാർ? ഞാൻ ന്യൂസ് കണ്ടു. അതാ സുനിത വധ കേസിന്റെ ആയിരുന്നു സാർ. താൻ ഇവിടം വരെ ഒന്ന് വരണം. അതിനെന്താ സാർ, സാറ് വിളിച്ചാ വരാതിരിക്കാൻ പറ്റുമോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനെന്താ സാർ, വരാമല്ലോ. എവിടെയാണ് സാർ വരേണ്ടത്? പ്രതികളെ തെളിവെടുപ്പിനായി നാളെ പെരുമ്പുഴയിലെത്തും. നാളെ ഗസ്റ്റ് ഹൗസിൽ വന്നാൽ മതി. ഓക്കെ സാർ. ഓക്കെ. നേതൃത്വം നൽകിയ ഓക്കെ. ഡേവിഡ് സാമുവൽ. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. അല്ലെങ്കിലും താൻ പണ്ട് സമയത്തിൻ്റെ കാര്യത്തിൽ കണിശക്കാരനാണ്. ഇരിക്കടോ. താൻ ചായ കുടിക്ക്. വേണ്ട സാർ. ഞാൻ മറന്നുപോയി. താൻ ചായ കുടിക്കില്ലല്ലോ. പകരം പെഗ്ഗടിക്കല്ലേ പതിവ്. എന്നാൽ ഇവിടെ അതില്ല. അങ്ങനെ പതിവൊന്നുമില്ല സാറേ. ഉള്ളിലെ കനൽ കടത്താൻ അതാ സാറേ നല്ലത്. സാർ വിളിച്ചത് എന്തിനാണെന്ന് പറഞ്ഞില്ല. തനിക്കൊരല്പം ധൃതിയുണ്ടല്ലേ. ഡേവിഡിന് അറിയാമല്ലോ, എൻ്റെ മകൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചതാണ്. ഞാനൊരു കേസ് അന്വേഷണവുമായി മലപ്പുറത്തായിരുന്നു. ന്യൂസിലൊക്കെ കണ്ടിരുന്നു. പിന്നെ സാറിനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഓർത്താണ് വരാതിരുന്നത്. എടോ, എനിക്ക് ആക്സിഡൻറ്റിലൊരു സംശയം. ഇത് വെറും ഒരു സംശയമല്ല. അതെന്താ സാർ അങ്ങനെ തോന്നാൻ? അത് ലോക്കൽ പോലീസ് അന്വേഷിച്ചതല്ലേ. അതൊരു ആക്സിഡൻ്റായി തന്നെയാണ് ഫയൽ ക്ലോസ് ചെയ്തത്. എൻ്റെ സംശയത്തിനൊരു കാരണമുണ്ട്. ഇന്നലെ എനിക്കൊരു ഫോൺ കോൾ ഉണ്ടായി.
എൻ്റെ മകൻ്റെ മരണം ഒരു ആക്സിഡൻ്റ് അല്ല, അത് കരുതി കൂട്ടി ചെയ്ത ഒരു കൊലപാതകം. അതൊരു ഫേക്ക് ന്യൂസ് ആയിരിക്കും സാർ. ആയിരിക്കും. എങ്കിലും എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി സത്യം അറിയാനുള്ള ഒരു ആഗ്രഹം. ആ ഫോൺ നമ്പർ ട്രേസ് ചെയ്തില്ലേ സാർ? അതൊരു എൻക്രിപ്റ്റഡ് കോളായിരുന്നു സാർ. ഒരു ഫോൺ കോൾ ചെയ്താൽ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ തന്നെ പോലീസ് ഓഫീസേഴ്സ് ഈ കേസ് അന്വേഷിക്കും. പിന്നെ എന്താണ് സാർ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? അതല്ല ഡേവിഡേ, നിയമപരമായി പോയാൽ ചാനലുകാർ അവർക്ക് തോന്നിയതുപോലെ പ്രചരിപ്പിക്കും. തനിക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ രഹസ്യമായി ഈ കേസ് അന്വേഷിക്കും. അതിനെന്ത് ചിലവ് വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം. എന്ത് സപ്പോർട്ടും ഞാൻ ചെയ്യും. പ്ലീസ്, താൻ എന്നെ സഹായിക്കണം. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? താൻ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണ്. തൻ്റെ ടീമിൽ എൻ്റെ ഒരു കുട്ടി കൂടെ ഉൾപ്പെടുത്തണം. ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയാണ്. ഓക്കെ സാർ, ഞാൻ രാത്രി വിളിക്കാം. ஹலோ, வண்டி பாஸ் பண்ணிட்டேன். ഹരി, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിറന്തലക്കേറ്റ മുറിവാണ് മരണകാരണം. സത്യദേവിൻ്റെ ഹൈറ്റ് 6.3 ആണ്. ബട്ട് ഈ കാറിൻ്റെ ഹൈറ്റും സത്യദേവിൻ്റെ ഹൈറ്റും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ സത്യദേവിൻ്റെ തല ഒരിക്കലും ഗ്ലാസ്സിലിടിക്കില്ല. കമോൺ. ഗുഡ് മോർണിംഗ്. മേ ഐ കം ഇൻ? താങ്ക് യു ഡോക്ടർ. വളരെ എക്സ്പീരിയൻസ് ഉള്ളൊരു ഡോക്ടറാണ്. ഞാൻ ചോദിക്കുന്നത് തന്നെ തെറ്റാണ്. എന്നാലും എൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും തുമ്പ് കിട്ടിയാലോ? അഡ്വക്കേറ്റ് സത്യദേവിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് സാറല്ലേ? ആ, ഞാൻ ഓർക്കുന്നു. ആ ആക്സിഡന്റ് കേസല്ലേ? ബോഡിയിൽ കണ്ട മരണകാരണമായ ഹെഡ് ഇഞ്ചറി സംഭവിച്ചിരിക്കുന്നത് അപകടത്തിൽ നിന്നല്ല. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ദിസ് ഈസ് നോട്ട് ആൻ ആക്സിഡന്റ്, ഇറ്റ്സ് എ മർഡർ. എന്താണ് പറയുന്നത് മിസ്റ്റർ? ഒരു പൈപ്പ് പൊടി ഉപയോഗിച്ചാണ് കൊല നടത്തിയിരിക്കുന്നത്. ഒരു കൊലപാതകം എങ്ങനെ ആക്സിഡന്റായി മാറി? ഇതിന്റെ മറുപടി ഡോക്ടർ പറയേണ്ടി വരും. ഹലോ, മറ്റേ പോലീസ് ഓഫീസർ വന്നിട്ട് പോയി. ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. സാറ് വിഷമിക്കണ്ട. വേണ്ടത് അണ്ണൻ എന്താണെന്ന് വെച്ച് ചെയ്തോളൂ. അതാണ്ട് അണ്ണൻ വന്നു. ചെന്നൈക്കുള്ള ലോഡൊക്കെ പോയല്ലോ അല്ലേ? അണ്ണാ, ആ സത്യദേവനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാ വിളിച്ചത്. ആ ഡേവിഡ് അവിടെ ചെന്നിരുന്നെന്ന്. അയാളാകെ പേടിച്ച് വിറച്ചിരിക്കുക. നീ ആ ഫോണും എടുക്ക്. സാർ, നിങ്ങൾക്ക് വേണ്ടിയില്ല ഞാനിതെല്ലാം ചെയ്തത്. പിന്നെന്താ ഇപ്പോൾ ഒരു എൻക്വയറി? അപ്പോൾ എന്നെ ഒറ്റയ്ക്ക് കൊടുക്കാനല്ലേ?
അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാവരെയും കൊടുക്കും. ആ മാർട്ടിനോട് കുറച്ച് ദിവസം സൂക്ഷിച്ച് നടക്കാൻ പറയണം. നമ്മളെ ഫോളോ ചെയ്യുന്ന വണ്ടി ഇവിടെ സ്ക്രാപ്പ് യാർഡിലുള്ളതാണ്. മെർലിൻ എവിടെ നിന്ന് കിട്ടിയ വിവരം? ഞാൻ ചുമ്മാ ഒന്ന് ചെടിഞ്ഞു നോക്കിയതാ. അതായിരിക്കണം. മിക്കവാറും മെർലിനെ റൂമിൽ കാണാറില്ല. ഓൾ ദ ബെസ്റ്റ്, ബട്ട് ബി കെയർഫുൾ. സാർ, അത് കോളീസ് അല്ല, ഒരു സ്കോർപ്പിയോയുടെ നമ്പറാണ്. അതും കോഴിക്കോടുള്ളത്. ഹരി, അഡ്വക്കേറ്റ് സത്യദേവനെ കൂടാതെ അവിടെ രണ്ടുപേരും ഒന്നൊരു സൈക്കാട്രിസ്റ്റും ഒന്നൊരു ലോക്കലിസ്റ്റും. ഈ 3 മരണങ്ങൾ തമ്മിൽ ബന്ധമുള്ളതായിട്ടൊരു ഫീലിംഗ്. സാറ് മീറ്റ് ചെയ്ത അന്ന് രാത്രിയാണ് ഡോക്ടർ കൊല്ലപ്പെടുന്നത്. പുള്ളിക്കാരൻ ശരിക്കും മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ വിളിച്ച നമ്പർ ട്രേസ് ചെയ്തോ? സാർ, അതൊരു മാർട്ടിൻ്റെ നമ്പറായിരുന്നു. എന്താണ് സാർ പെട്ടെന്നൊരു മൂടോട്ട്? അവനെ ഞാൻ അറിയും. അവനുമായി പഴയ ഒരു കണക്കുണ്ട്. കണക്കുകൾ തീർക്കാൻ ദൈവം വീണ്ടും അവനെ എന്റെ മുന്നിൽ കൊണ്ടുവന്നു. പൂട്ടും ഞാൻ അവനെ. എന്തായാലും ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് കടന്നു പോയാ അവനെ ഞാൻ പൊക്കും. ഓ, ഇപ്പം മനസ്സിലായി സാർ. സാറിൻ്റെ പഴയ നന്ദന കേസിലെ വില്ലൻ നമ്പർ 3. ഹരി, ആംബുലൻസിന്റെ ഡീറ്റെയിൽ കിട്ടിയോ? ചുറ്റുവട്ടത്തുള്ള എല്ലാ ഹോസ്പിറ്റലുകളും ചെക്ക് ചെയ്തു. ഈ ക്രൈം നടന്ന ഡേറ്റുകളിൽ അങ്ങനെ ഒരു ആംബുലൻസ് എങ്ങും എത്തിയിട്ടില്ല. സോ ആംബുലൻസ് കാണാനില്ല. വാനിഷ്ഡ്. എന്ത് ചെയ്യും സാർ? നോക്കാം. അന്വേഷിപ്പിൻ. കണ്ടെത്തുന്നല്ലേ? കണ്ടുപിടിക്കാം. സാർ, ഒരു ഡീറ്റെയിലും ഇല്ലാതെ വണ്ടിയുടെ നമ്പർ പോലും അറിയാതെ എങ്ങനെ കണ്ടുപിടിക്കും? വെറും ഒരു കോമൺ വൈറ്റ് ആംബുലൻസ്. ഇനിയും നമ്മൾ മുന്നോട്ട് പോകും. ഏതൊരു മനുഷ്യനെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അവന്റെ പ്രതീക്ഷകളാണ്. അടുത്ത സെക്കൻഡിൽ ആരൊക്കെ ജീവിച്ചിരിക്കുമെന്ന് ആർക്കും അറിയാം. ആ ഫൂട്ടേജ് ഒന്ന് പ്ലേ ചെയ്യൂ. സ്റ്റോപ്പ്. ഹരി, ആദ്യത്തെ വീഡിയോയിൽ ആംബുലൻസിന്റെ ഡോർ ഗ്ലാസ് നോർമലാണ്.
പക്ഷേ രണ്ടാമത്തെ വീഡിയോയിൽ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അതെ സർ, ലാസ്റ്റ് വീഡിയോയിൽ ആ ഗ്ലാസിൽ പൊട്ടലില്ല. എക്സാക്ട്ലി. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? രണ്ടാമത്തെ ക്രൈമിന് ശേഷം ഗ്ലാസ് ചേഞ്ച് ചെയ്തിരുന്നു. അതിനി ഈ ചുറ്റുവട്ടത്തിലുള്ള എല്ലാ വർക്ക്ഷോപ്പിലും ഒന്ന് അന്വേഷിക്കണം. എല്ലാ ക്രൈമിലും അദ്ദേഹം ഒരു തെളിവ് ഒളിപ്പിച്ചു വെച്ചേക്കും. അത് കണ്ടെത്തുന്നതാണ് നമ്മുടെ കഴിവും ജോലിയും. എന്നാൽ രാവിലെ വർക്ക്ഷോപ്പ് സന്ദർശനം ആകാം. ഗുഡ് നൈറ്റ്. ഓക്കെ സർ, ഓക്കെ സർ. ഓ, വണ്ടിക്ക് എന്ത് പറ്റി? ഓയിൽ ചേഞ്ച് ആണോ? അത് ഓ, ബ്രേക്ക് കുറവായിരിക്കും. ആ ബ്രേക്ക് ഒന്ന് നോക്കിയേ. അതല്ല. അതല്ലേ? അപ്പം പിന്നെ എഞ്ചിൻ പണിയായിരിക്കും. ഡോ, എഞ്ചിൻ തൂക്കടാ. നിർത്തണോ? കുറേ ആയല്ലോ താൻ തുടങ്ങിയിട്ട്. ഇവൻ്റെ നെഞ്ചും കൂടെ നോക്കി കൊടുത്താലോ സാറേ? എൻ്റെ വർഷാപ്പിൽ വന്നിട്ട് എന്നെ വെട്ടുന്നു. ഇപ്പം കാണിച്ചു തരാം. മാർട്ടിൻ അണ്ണനടാ, ഒരു കോൾ ചെയ്താൽ ഇപ്പം എത്തും. എൻ്റെയൊക്കെ ഓരോ എല്ലും ഊരിയെടുക്കും. ഹലോ, മാർട്ടിൻ അണ്ണനല്ലേ? ഇവിടെ രണ്ടോമാർ വന്ന് എൻ്റെ വർഷാപ്പിൽ വന്നിട്ട് വിരട്ടുന്നവന്മാർ. വേണ്ടണ്ണ വേണ്ടണ്ണ, ഞാൻ കൈകാര്യം ചെയ്തോളാം. നീ ഇതുപോലെ പലയിടത്തും എന്റെ പേരും പറഞ്ഞ് നീ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വേണ്ട വേണ്ടണ്ണ, വേണ്ട, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അപ്പോഴേ തമ്പി ഇങ്ങ് വന്നേ. അണ്ണൻ നമുക്ക് പിന്നെ കാണാം. ഞാനേ പോലീസിൽ നിന്നാ. ഓ, സാറിനെ കണ്ടാലേ അറിയാം. ഞാൻ നടക്കും ഗൗരവവും പോലീസിൽ നിന്നാണ്. അപ്പോഴേ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മണി പോലെ ഉത്തരം പറഞ്ഞിരിക്കണം. അയ്യോ സാറേ, ഞാൻ നിരപരാധിയാ സാർ. എനിക്ക് കറണ്ട് ചാർജ് അടയ്ക്കാൻ കാശില്ലാത്തത് കൊണ്ടാണ് സാറേ വണ്ടി പൊളിക്കാൻ ഞാൻ സമ്മതിച്ചത്. ഓഹോ, അപ്പോൾ ആ പരിപാടി ഇവിടെ ഉണ്ടല്ലേ? അയ്യോ സാറേ, അങ്ങനൊന്നുമില്ല സാറേ. എനിക്ക് മേശിരെ ദ്രോഹിക്കണമെന്നില്ല, പക്ഷേ എന്നോട് സഹകരിക്കണം. അപ്പോഴേ ഈ ആംബുലൻസിന്റെ ഡോർ ഗ്ലാസ് മാറ്റിയത് താനല്ലേ? ഞാനല്ല. ഇവിടെ ഒന്ന് മാറിയ തെളിവുണ്ടല്ലോ. ഇവിടുന്ന് തന്നെ മാറിയത് ഞാനല്ല മാറിയത്, എൻ്റെ സ്റ്റാഫാണ് മാറിയത്. ആരുടെ വണ്ടി? സാർ എന്നെ കുഴപ്പമില്ല സാറേ, എൻ്റെ പിള്ളേർ പട്ടിണിയാണ്. കാറ് മോഷണ കേസിൽ അകത്തായി തൻ്റെ മക്കൾ പട്ടിണിയാണ്. എന്തു വേണം? ഞാൻ പറയാം സാറേ, അത് മാർട്ടിൻ്റെ വണ്ടിയാണ്. പക്ഷെ അത് കൊണ്ടു കിടക്കുന്നത് പിച്ചാത്തി മൊയ്തീനാണ്. എവിടെ പോയാൽ മൊയ്തീനെ കാണാൻ പറ്റും? സാറേ, അത് റിസ്ക്കാ. അവൻ്റെ ഏരിയ ചെന്ന് കാണാൻ പറ്റില്ല. അവൻ എപ്പോഴൊന്ന് പുറത്ത് കിട്ടുക? വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ 6 വരെ കാണും. ഞാനിവിടെ വന്നിട്ടുമില്ല, താനൊന്നും പറഞ്ഞിട്ടുമില്ല. ആ പിന്നെ ഞങ്ങൾ മോഷ്ടിച്ച വണ്ടി കൊണ്ടുവരാം. മോഷണം നമുക്കും വലിയ ഇഷ്ടാ. പോലീസോ അത് കള്ളനോ? നമ്മളിവിടെ എന്തിനാ സാർ വന്നത്? മൊയ്തീനെ കുറിച്ചൊരു വിവരം കിട്ടിയിട്ടുണ്ട്. താൻ വാ. സാർ വാ, ദോ അവൻ. ഹരി, catch him.
ഷിറ്റ്. ഛേ. മിസ്സായല്ലോ സാർ. அண்ணா என்ன திரும்பி போலீஸ் வந்திருக்கு. சரி அண்ணே. കുറെ പോലീസ് വന്നിരിക്കുന്നു. മൈനീൻ്റെ അടുത്ത് ആരുടെയൊക്കെ കളി. എത്ര എണ്ണത്തിനെ നമ്മൾ കണ്ടിരിക്കുന്നു. ആടാ നീ അവിടെ നിൽക്കാൻ നിക്കടാ. അവിടെ നിന്റെ അടുത്ത് ചോദിച്ചാൽ ആരാ നീ? നിക്കടാ. നിന്റെ അടുത്തല്ലേടാ പറഞ്ഞ് നിക്കാൻ നിക്കാൻ. പബ്ബിലോട്ടായിരിക്കും അല്ലേ? ആർക്കറിയാം. ആശാനെന്താ പെണ്ണ് കെട്ടാതിരിക്കുന്നത്? ആര് ചോദിക്കാൻ? വെള്ളം അടിക്കാം, പെണ്ണു പിടിക്കാം. അതിന് മെർലിൻ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. പക്ഷേ മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. പച്ചയ്ക്ക് പറഞ്ഞ വലിയ ആരാധനയായിരുന്നു ഡേവിഡ് സാറിനോട്. ആരാ ഈ നന്ദന? എന്താ ഈ കേസ്? ഏടോ, അത് കേസൊന്നുമല്ല, സാറിന്റെ ലവറായിരുന്നു. ലവറോ? ഡേവിഡ് സാറിനോ? അതെന്നാ, സാറിന് പ്രേമിച്ചുകൂടെ? അതുകൊണ്ടാണ് ഞാൻ ചന്ദ്രദേവ് സാറിന്റെ കാല പിടിച്ച് നിങ്ങളുടെ ടീമിൽ ചേർന്നത്. താൻ മുഖാന്തരം സാറിനൊരു ജീവിതം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അതുകൊണ്ട് പറയാം. ഇല്ല സാറേ, ടെൻഷൻ അടിപ്പിക്കാതെന്ന് പറ. കേട്ടോ കേട്ടോ ചേട്ടാ ചേട്ടാ എന്താടാ ഇവിടെ? സാർ മാർക്കിന് ഞാൻ ആശുപത്രിയിൽ എത്തിക്കണം സാർ. നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. നീ ഒന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. ഓടാ പോ സാർ. ആ തോമസേ, ആ കാവുമുക്കിലെ നിരവധി കുട്ടി. ആ
അതാരാണെന്നറിയില്ല. ആ ജീപ്പ് ഇങ്ങോട്ട് പറഞ്ഞോട്. ഞാനിവിടെ ഉള്ളപ്പോ എന്റെ വാർഡിൽ തോന്നിവാസം കാണിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. ആഹാ, വാർഡ് കിടക്കുന്ന പോലെ തന്നെ ശുദ്ധിയും വൃത്തിയും ജനങ്ങളുടെ മനസ്സിൽ വേണം. അത് ഈ നളിനാശന് നിർബന്ധമാണ്. രമേശ കേറി തട്ടടാ. ഡേ കൊല്ലാനല്ല, ലോറി തട്ടാൻ. ആരും ഇല്ല ഇവിടെ, വാതിൽ തുറക്കാൻ. ആഹാ, എന്താ മെമ്പറെ രാവിലെ തന്നെ വീട്ടുപടിവാതിക്കൽ വല്ല പിരിവും ഉണ്ടോ? ഏറ്റവും നല്ല വാർഡ് മെമ്പറുടെ അവാർഡ് മേടിച്ചതാണ് ഈ നളിനാശൻ. എന്നോട് എന്നിട്ട് പരിഹാസം. എന്താ മെമ്പറെ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? ഞങ്ങളെ കോളനിയും തോന്നിയാസം കാണിക്കുന്ന. അയ്യോ, കുഞ്ഞായിരുന്ന കുഞ്ഞെന്തിവിടെ? നിങ്ങളൊക്കെ സമാധാനമായിട്ടിരിക്കൂ. ഇവരെ ഞാൻ നിയമത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നതായിരിക്കും. കൈ എവിടെ? കൊടുക്ക. കുഞ്ഞേ, ഇതൊക്കെ ഓർമ്മ വേണം കേട്ടാ. പറഞ്ഞുകൂട്. എന്തായാലും മെമ്പർ വിചാരിച്ചോണ്ട് അവിടുന്ന് മാനക്കേണ്ടത് ഊരി. അത് പിന്നെ ഈ ചന്ദ്രദേവിന്റെ ചെറുപോനെന്ന് പറഞ്ഞാലേ ഈ നാടിന്റെ ചെറുപോനാ, അറിയോ? പോകാതിരിക്കാൻ പറ്റൂ. ആ നാട്ടിൽ നിന്നാർക്കും പരിധിയില്ലാത്തോണ്ട് കൊള്ളാം. നീ ഒന്ന് മേടിച്ചാലേ നല്ല സ്റ്റാർ ഹോട്ടലിൽ നിന്ന് സുന്ദരികൾ വരും. പിന്നെന്തിനാണ് ചന്ദ്രൻ സാറിന്റെ വിലകളെ നടക്കുന്നത്? അതിന് കൂട്ടൊരു മെമ്പർ. അങ്ങനെ പറയരുത് മാർട്ടീനെ. അതെ മാർട്ടീനെ, നാടൻ കഴിക്കുന്നൊരു സുഖം അതൊന്ന് വേറെ തന്നെയാ. അതിപ്പോ ചാരായാണെങ്കിലും. നിർത്ത്. എന്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ആ ഡേവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം കണ്ടെത്ത്. അല്ല, അതിപ്പോ ഡേവിഡിന് എന്താ കുഴപ്പം? ആ സുഗതൻ നേതാവിനെ കൊന്ന കേസിലെ ദൃക്സാക്ഷി അവൻ. കോടതിയിലെങ്ങാനും പോയാൽ മെമ്പറെ എല്ലാരും ഗുരുവേ. എന്താ നിനക്കെന്തിനാ ഇവിടെ കാര്യം? ഞാൻ വരുംകാല MLA ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. പിന്നെ കാണാൻ പറ്റിയില്ലെങ്കിലോ? നിനക്കെന്തിനാ വേണ്ട? വന്ന കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ മുറപ്പെണ്ണിനെ കെട്ടാൻ പോവാണെന്ന് അറിഞ്ഞു. അല്ല മോളെ, മോള് വിഷമിക്കണ്ട. സ്റ്റെപ്പില്ലായിട്ടിരുന്നോ? നീയും കയറി പോരി. മാസ്റ്ററിന്റെ ബെഡ്റൂം കാലിയാ. ഞാൻ നോക്കിക്കോളാം. വേണ്ടട പട്ടികളെ, നിന്നെയൊക്കെ പോലീസ് നോക്കിക്കോളും. സുഗത നേതാവിനെ കൊന്നത് നീയൊക്കെയാണെന്ന് ഞാൻ ലോകത്തോട് വിളിച്ചു പറയും. ഇത് കുഴപ്പമാവോ? മെമ്പറെ, ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാലോ. എനിക്കിപ്പോ അതല്ലേ അറിയൂ. മൊയ്തീനെ എവിടെയെങ്കിലും കുഴിച്ചു മൂടാ. എന്താ ഇവിടെ? ഓ, തിരുമേനിയോ? വെറുതെ കാറ്റ് കൊള്ളാൻ. ഇവിടെ ഓക്സിജന്റെ അളവ് കൂടുതലാ. എന്തായാലും മതമൈത്രിക്ക് താനൊരു ഉദാഹരണമാണല്ലോ. ഒരു നസ്രാണി അമ്പലമുറ്റത്ത് കാറ്റ് കൊള്ളുന്നു. ഓ, കാറ്റിനറിയോ അമ്പലമുറ്റോ പള്ളിയോ ഒന്ന്? എന്നാലേ തന്റെ ഓക്സിജൻ എന്തേ നടന്നു വരുന്നു. നന്നായി ശ്വസിച്ചോളൂ, ഞാൻ ദേ പോണു. നീ എപ്പോഴാ എത്തിയേ? വരുന്ന വഴിയാ. നിന്നെ കണ്ടിട്ട് വീട്ടിലേക്ക് പോവാന്ന് വെച്ചു. അതൊക്കെ ഓക്കെ. നീ നസ്രാണിയും ഞാൻ നായരുകുട്ടിയും. നിന്റെ IPS കാണിച്ചു വേണം അച്ഛന്റെ മുന്നിൽ ജാതിയും മതവും സാമ്പത്തികവും എല്ലാം വെട്ടിമാറ്റാൻ. മനസ്സിലായോ? നീ പഠിക്കാൻ ഇത്തിരി മോശമാണെന്ന് കേട്ടല്ലോടി. ഇത്രയും ശ്വാസം മുട്ടി നിന്റെ അടുത്ത് ഓടി വന്നത് നിന്റെ ക്ലാസ് വിസ്താരം കേൾക്കാനല്ല. ട്രെയിനിങ് പൂർത്തിയാക്കി വന്നാ നിന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കാമെന്ന് പറഞ്ഞതാ എന്റെ മാഷെ. എന്നാലേ ബാക്കിയൊക്കെ നാളെ ആവാം. വീട്ടിൽ പോയിട്ട് വേണം നല്ല നാടൻ ചിക്കൻ കറിയും ചോറും കഴിക്കാൻ. പാർട്ടിന്
നിനക്കെതിരെ സാക്ഷി പറയാൻ നീ കോടതിയിലെത്തിയാ പിന്നെ നീ തിരികെ പോവില്ല, ഓർത്തോ. നിന്നെപ്പോലുള്ള ഉച്ചാളികൾ പേടിക്കാനല്ലടാ ഞാൻ IPS ചേരക്കുന്നത്. ഞാൻ കണ്ട കാര്യം എവിടെയും പറയും. നിനക്ക് എന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഉണ്ടാക്ക്. നീ എടുത്തോണ്ട് പോടാ. ഡേവിടെ, ആ ഇങ്ങ് വാടാ. എന്നാ ഉണ്ട് വിശേഷം? ഓ, എന്നാ പറയാനാന്നേ, റബ്ബർ വില ഓരോ ദിവസവും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ, നിന്നെ പോലെ അന്നേ ഒരു സർക്കാർ ജോലി നോക്കിയാൽ മതിയായിരുന്നു. ഈ റബ്ബർ മരം കാരണം നാട്ടിൽ ഉരുൾപൊട്ടലുണ്ടാവുന്ന മനസ്സിലായോ? അതുകൊണ്ട് ഈ വ്യാപാരം നിർത്തുന്നതാ നല്ലത്. റബ്ബർ പോയാലെന്താ, നമ്മുടെ നാടിനൊരു IPSകാരനെ കിട്ടിയില്ലേടാ. എന്നാലേ വൈകിട്ട് കാണാം. കുപ്പി ഒന്ന് സംഘടിപ്പിച്ചു വെച്ചേരെ. ഓ ശരി, മോൻ പോയിട്ട് വാ. ആ, അതും എൻ്റെ വിധിയാണല്ലോ. മണിയണ്ണ സുഖമല്ലേ? ആരുടെങ്കിലും ഒരു വണ്ടി കിട്ടിയിരുന്നെങ്കിൽ ഈ വെയിലത്തുനിന്ന് പള്ളിയിൽ നിന്ന് ഇവിടം വരെ നടക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. എന്തൊരു വെയിലാ മാതാവേ ഇത്. ആ ഡേവിഡ് മോനെ, നീ വന്നോ? അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി ഞാനാണെന്ന്? ഇതാ പോടാ. അമ്മച്ചി ഈ മക്കളുടെ സ്പർശം അറിയാനേ IPS ഉദ്യോഗം ഒന്നും വേണ്ട കേട്ടോ, മനസ്സിലായോ? നിന്റെ അച്ഛനും ഇങ്ങനെയായിരുന്നു. ദൂരെ യാത്ര കഴിഞ്ഞ് വരുമ്പോഴേ എന്റെ കണ്ണു പൊത്തും, എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ. ഞാൻ വല്ലോന്റെ പേര് വിളിച്ചു പറയും, പിന്നെ അടിയായി വഴക്കായി. എന്റെ മാതാവേ, പിന്നെ ഇവിടെ എന്തൊക്കെയാ നടക്കുക? ആ മതി മതി, അമ്മ നല്ല ചിക്കൻ കറി ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കാം. പോയി കുളിച്ചിട്ട് വരാം. പെട്ടെന്ന് പറഞ്ഞേ മോനെ. ആ മോനെ ഡേവിഡേ, ഞാൻ പറയാൻ മറന്നു, നീ കവല വരെ ഒന്ന് പോണം. മെമ്പറിന് നിന്നെ ഒന്ന് കാണണോന്ന് പറഞ്ഞു. അതൊന്നും എനിക്ക് അറിയില്ല, നീ ഒന്ന് പോയിട്ട് വാ. ശരി ശരി. ആ മാർട്ടിനെ കൊണ്ട് ഒരു വിധത്തിൽ ജീവിക്കാൻ വയ്യ. എന്നും വന്നവിടങ്ങ് ബഹളവും ശല്യമാണ്. ഇനി എങ്ങോട്ട് പോകാനാ സാറേ? കുട്ടികളും എല്ലാം ആയിട്ട് എന്തോ. നമസ്കാരം. മാർട്ടിനോട് ഞാൻ സംസാരിക്കാം, പ്രശ്നം പരിഹരിക്കാം. വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട, പരിഹാരമുണ്ടാക്കാം. മെമ്പർ തിരക്കിന്ന് അമ്മ പറഞ്ഞു. നിനക്ക് ജോലി കിട്ടിയാൽ മറിയച്ചേട്ടത്തിയുടെ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറും. അതിനിപ്പോ തടസ്സമൊന്നും ഇല്ലല്ലോ മെമ്പറെ. ചന്ദ്രദേവ് എന്നെ ഒന്ന് കണ്ടിരുന്നു. അയാളുടെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ അയാൾ പറഞ്ഞത് ശരിയാണ്. മെമ്പർ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. അതല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ സഭയിൽ നിന്ന് തന്നെ നല്ലൊരു ബന്ധം നിനക്ക് ഞാൻ തന്നെ ശരിയാക്കി തരാം. മതേതരത്വം എന്ന് പറയുന്നത് തവല തോറും പ്രസംഗിച്ച് നടക്കാനുള്ളതല്ല, ഇങ്ങനെയുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാനും കൂടിയുള്ളതാണ്. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനത് അയാളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ശ്രമം, അത്രേ ഉള്ളൂ. മെമ്പർ ആദ്യം പഞ്ചായത്തിലെ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ നോക്ക്, എന്നിട്ട് മതി നാട്ടിലുള്ളവർക്കുള്ള ദല്ലാള് പണി. ഇത് ഇച്ചിരി പണിയാ. അവൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഞാൻ ഈ കേസ് വിട്ടു, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ. സാരമില്ല. മെമ്പർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവനെ വെറുതെ വിട്ടത്. ഇനി എന്താന്ന് വെച്ചാൽ എനിക്കറിയാം. മെമ്പർ ഫോൺ വെച്ചോ. എടാ ഡേവിടെ, നിനക്ക് പ്രതീക്ഷ ഉണ്ടോടാ? എക്സാം നീ പാസ്സാവോ?
99% ഓക്കെ. പിന്നെ 1% അത് ദൈവത്തിന്റെ കയ്യിലാ. അത് പോട്ടെ. നാട്ടിലൊക്കെ ഒരു വിഷയമായിട്ട് കിടക്കുക നിന്റെ നന്ദനയായിട്ടുള്ള ബന്ധം. നീ ഒന്ന് സൂക്ഷിച്ചാൽ നല്ലതാ. എന്റെ കോശിച്ചാൻ കൂടെ ഉള്ളപ്പോ ഞാൻ എന്തിനാ പേടിക്കുന്നത്? നിന്നെ എനിക്ക് കൈവിടാൻ പറ്റൂടാ. നിനക്കൊരു പ്രശ്നം വന്നാല് നിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകും എന്നും. പിന്നെ വാ കേറ്. എനിക്ക് നിന്നോടൊരു കാര്യം പറയണ്ട്. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വാ. വേണ്ട ഏട്ടാ, നടന്നു പൊക്കോളാം. നീ ഇങ്ങോട്ട് കേറിയേ. നാളെ നീ എൻ്റെ ഭാര്യയാകാനുള്ളതാ. കണ്ടവനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടി നടക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. സ്വന്തമായിട്ടങ്ങ് തീരുമാനിച്ചാൽ മതിയോ ഭാര്യയാകുന്ന കാര്യം? പറഞ്ഞോടി, മുത്തശ്ശൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് മുഴുവനും വല്ല നസ്രാണി കൊണ്ട് തിന്നാൻ ഞാൻ അനുവദിക്കുന്നില്ലേ? വിളച്ചെഴുതലുണ്ടല്ലോ, കൊന്നുകളെ ഞാൻ. ആ ഡേവിഡേ, നീ ഇവിടെ ഇരിക്കുകയായിരുന്നോടാ. നിന്നോടൊരു കാര്യം പറയാനുണ്ട്. കോശിച്ചാൻ എന്താ ഒരു മുഖവരെയൊക്കെ? അപ്പോൾ എന്തോ ഗൗരവമുള്ള കാര്യമാണല്ലോ. ആ സുഗതനക്കൊന്ന കേസിലേ നീ സാക്ഷി പറയാൻ പോകരുത്. കോശായ ഒന്നാമത് ഇവൻ ഞങ്ങളുടെ കുടുംബത്തിന് തലവേദനയാ. അതിൻ്റെ ഇടയ്ക്ക് ഇതും. നിനക്ക് ക്യാഷ് വല്ലതും വേണോ? എത്രയെന്ന് വെച്ചാൽ തരാം. നന്ദനയുടെ കാര്യത്തിൽ നിന്നും നീ പിന്മാ. എടാ, നമുക്കെന്തിനാടാ ഈ കേസും പഴക്കമൊക്കെ? നിനക്കൊരു ജോലിയൊക്കെ കിട്ടാനുള്ളതല്ലേ? നീ അങ്ങ് സമ്മതിക്കേ. ഈ നന്ദനയുടെ കാര്യം ശരി, ഈ സുഗത മാഷിന്റെ കാര്യത്തിൽ ഞാൻ സാക്ഷി പറയുന്ന ഇവർക്കെന്താ കാര്യം? കോശിച്ചായ, ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചവനാ സുഗത മാഷ്. ആ സുഗത മാഷിനെ തെരുവ് പട്ടിയെ പോലെ കൊന്നു തള്ളിയമാരോട് ഞാൻ ക്ഷമിക്കണോ? അതിന് ഞാൻ മരിക്കണം. ചേട്ടത്തി, കുറച്ച് പുഴമീൻ കിട്ടി. എന്നെ കൊണ്ട് പാചകം ചെയ്യാൻ വയ്യ. ഡേവിഡ് വന്നതല്ലേ, ചേട്ടത്തി അവന് വെച്ചു കൊടു. എന്നാ ഇതിന്റെ പൈസ ഞാൻ തരും കേട്ടോ. മാർട്ടിൻ എന്താ ഇവിടെ? ഞാൻ ചേച്ചിയെ ഒന്ന് കാണാൻ വന്നതാ. എന്തു പറ്റി? എന്താ കാര്യം? അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഡേവിഡിനെ കുറിച്ച് ചേച്ചി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. അവൻ വിദ്യാഭ്യാസമുള്ള കൂട്ടത്തിലല്ലേ. നീ കാര്യം പറഞ്ഞില്ലല്ലോ. ആ നന്ദനയുള്ള അടുപ്പം അതൊരു പ്രശ്നമാണ്. എടാ, അവന്റെ വ്യക്തിപരമായ കാര്യങ്ങളിലൊന്നും ഞാൻ ഇടപെടാറില്ല. അവന്റെ ഇഷ്ടങ്ങൾക്കൊന്നും ഞാൻ എതിര് നിൽക്കാറുമില്ല. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവിടെ ഒന്നും പറയാൻ നിൽക്കണ്ടെന്ന്. അന്നേ അവന്റെ കൈയും കാലും വെട്ടിയിട്ടാ മതിയായിരുന്നു. മതി. ഈ ചെറുക്കനെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. ഇല്ലെങ്കിൽ എന്റെ തനി കൊണ ഇവൻ കാണും. എന്റെ കാലി കിടക്കുന്ന ചെരുപ്പെടുത്ത് ഇവന്റെ കവാടത്ത് ഞാൻ കൊടുക്കും. ചെറുക്ക, നീ പോടാ. അച്ഛാ, നന്ദന അല്ലാതെ വേറൊരു പെണ്ണിനെ എനിക്ക് നോക്കണ്ട. നീ അപ്പൂപ്പനോടാ സംസാരിക്കുന്നത്? കേറിപ്പോടാ. അതിനിപ്പോ എന്താ തടസ്സം? അവൾ നിന്റെ മുറപ്പെടല്ലേ? അല്ല സത്യ, നീ ആ മോഹനെ സുരിതയും കൂടി ഇവിടം വരെ വരാൻ പറ. നമുക്കത് അങ്ങ് ഉറപ്പിക്കാം. അതല്ല അച്ഛാ, അച്ഛൻ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്. ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളും അറിയുകയും പരിഹരിക്കുകയും ചെയ്യുന്നത് ഞാനറിയാതെ എന്ത് പ്രശ്നമായി ഈ വീട്ടിൽ? അത് പിന്നെ മറച്ചു വയ്ക്കാനായിട്ടൊന്നുമില്ല. പിന്നെ അച്ഛന്റെ മനസ്സ് വിഷമിക്കണ്ടെന്ന് കരുതി പറയാത്ത. അപ്പൂപ്പന്റെ ചെറുമകളില്ലേ നന്ദന, പള്ളിപ്പുറത്ത് ഡേവിഡുമായിട്ട് ചുറ്റിക്കറങ്ങുന്ന നാട്ടിൽ പാട്ടാ. വെറുതെ നാട്ടുകാർ ഓരോന്ന് പറയുന്നതാ. അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല.
അച്ഛനേക്കാൾ നമ്മളെ ജാതിയോട് സ്നേഹമുള്ളവളാണ് അവൾ. അത് വെറും ഒരു കഥയല്ല. അതിനെ ചൊല്ലി സംഘടനയിലും ചില സംസാരമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇരിക്കാൻ വന്നതല്ല. ഞാനൊരു കാര്യം പറയാം. ആ ഡേവിഡ് എങ്ങാനും സാക്ഷി പറയാൻ കോടതിയിലെത്തിയാൽ നമ്മളെല്ലാവരും അകത്താവും. ആ മാർട്ടിൻ നോക്കിക്കോളും. നോക്കിയാ കൊള്ളാം. സാർ ധൈര്യമായിട്ട് പോക്കൂ. டேய் இப்படியாடா வண்டி ஓட்டுறது? ஏய் என்னடா? നിന്നോട് പലതവണ പലതും കൊണ്ട് പറയിപ്പിച്ചു, നീ കേട്ടില്ല. ഇനി നീ ഇവരുമായിട്ട് ചർച്ച ചെയ്ത് തീർത്തോ? യോ പണമുള്ളവും പറയും, അത് നീ കേൾക്കണം. എന്നടാ മുറക്കണേ? டேய் டேய் പോടാ. ഡേവിഡ് ഡേവിഡ് എന്താ സാറേ? എന്താ സാറേ ഇവിടെ? നീ ഇന്നലെ ആരെങ്കിലും തല്ലിയോ? ആ പാലത്തിനടുത്ത് വെച്ചു. അതൊരു ചെറിയ പ്രശ്നമുണ്ടായി. അതൊരു ചെറിയ പ്രശ്നമല്ല. നീ തല്ലിയത് ഒരു കൂട്ടം സുവിശേഷക്കാരെയാ. അവന്മാരെ കണ്ടിട്ട് സുവിശേഷക്കാരായിട്ട് തോന്നുന്നില്ല. ഈ കരയിൽ മുമ്പ് കണ്ടിട്ടുമില്ല. ഇത് രണ്ട് സഭക്കാരുടെ പ്രശ്നമാക്കി തീർക്കാൻ ആരോ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് എങ്ങനെയും ഇതൊന്ന് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ജോലിക്ക് തടസ്സമായി വരും. നിന്നെ ഒരു പോലീസുകാരനായി കാണണമെന്നുള്ള മോഹം കൊണ്ട് പറഞ്ഞതാണ്. സാറെന്തിനാ എന്നെ തേടി ഇവിടെ വന്നത്? നീ ഇവിടെ കാണൂന്ന് ഞാനാ മുത്തച്ഛനോട് പറഞ്ഞേ. സാറ് ക്ഷമിക്കണം. ആരെ അപമാനിക്കാനോ നോയിക്കാനോ അല്ല ഞാൻ നന്ദനെ സ്നേഹിച്ചത്. ഒന്നും പറയണ്ട. നന്ദനമോൾ എൻ്റെ ഒരു കർത്തവ്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. സാറിനോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ രക്ഷിക്കാൻ. എന്തായാലും ഞാൻ വക്കീലുമായി സംസാരിച്ചു.
അദ്ദേഹം പറയുന്നത് തത്സമയം പ്രതിക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നതായി ഒരു സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കണം. സാറിൻ്റെ സുഹൃത്തിൻ്റെ മെൻ്റൽ ഹോസ്പിറ്റലിൽ 2 ദിവസം കിടക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ അവൻ സർട്ടിഫിക്കറ്റ് തരൂ. ഇത് കേസ് നമ്മൾ കോംപ്രമൈസ് ചെയ്യും. എസ്ഐയോട് ഞാൻ സംസാരിച്ചു. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് ഹോസ്പിറ്റലിനെ ബാധിക്കും. അതുകൊണ്ടാണ്. എന്നാലും ഒരെന്നാലും ഇല്ല. നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ലേ അവരങ്ങനെ പറയുന്നത്. സമ്മതിക്ക്. ഞാനും നീയും മുത്തച്ഛനും മാത്രമല്ലേ ഉള്ളൂ. സത്യം എന്താന്ന് എനിക്കറിയാവല്ലോ. വേറെ ആരെ ഇനി ബോധ്യപ്പെടുത്തേണ്ടേ? സമ്മതിക്ക്. എന്നാൽ ഇപ്പോൾ തന്നെ നമുക്ക് പുറപ്പെടാം. പോലീസിൻ്റെ കയ്യിൽ കിട്ടിയാൽ എല്ലാം കുളമാകും. വരൂ. ഡേവിഡ്, എന്താ ആലോചിക്കുന്നത്? എല്ലാം ശരിയാവും. നന്ദനയുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ലല്ലോ. സിസ്റ്റർ, ആ ഇഞ്ചക്ഷൻ കൊടുത്തരാം. എടോ IPS, തനിക്ക് ഉറങ്ങാനുള്ള മരുന്നാ. വല്ല സർക്കാർ ഡോക്ടറും ചെക്ക് ചെയ്താ തൻ്റെ ശരീരത്തിൽ എന്തേലും മരുന്നിൻ്റെ അംശം വേണ്ടേ? സിസ്റ്ററെ, ഇഞ്ചക്ഷൻ കൊടുത്തരാം. കൂൾ കൂൾ. കാറ്റായി വീശും നിന്നതരങ്ങളിൽ തഴുകിത്തെന്നി പായും നിൻ കവിളൂരമാ അഴകേ
നീയാൽ ധന്യമാ ജന്മം നീയാൽ ധന്യമാ നീ എങ്ങനെ ഇവിടെ? അതൊക്കെ പിന്നെ പറയാം. 2 മാസം എന്നെ മയക്കി കിടത്തിയിരിക്കുമായിരുന്നു. മുത്തശ്ശൻ നമ്മളെ ചതിക്കുകയായിരുന്നു. ഞാൻ ഫോൺ ചെയ്തിരുന്നു. ഡോക്ടറെങ്കിലാ ഫോൺ എടുത്തേ. എന്നെ പുറത്തിറങ്ങാൻ അനുവദിച്ചില്ല. സാരമില്ല, ഞാൻ വന്നല്ലോ. നീ വേഗം തോട്ടത്തിലേക്ക് വാ. നമുക്കിവിടെ നിന്ന് ആപത്താണ്. ഞാൻ ഇങ്ങോട്ടും വരുന്നില്ല. എന്റെയും വിഷ്ണുവേട്ടൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുകയാ. നന്ദനെ, നീ അതിന് സമ്മതിച്ചോ? വേറെ വഴിയില്ല. നീ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കൂ. നാട്ടിൽ അറിയപ്പെടുന്ന മനോരോഗിയാ നീ. എന്ന് വെച്ചാ ഭ്രാന്തൻ. ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വന്നാൽ ഈ നാട്ടുകാർ എന്നെ ഒരു ഭ്രാന്തിയായിട്ടല്ലേ കാണൂ. നിനക്കറിയാമല്ലോ സത്യം എന്താണെന്ന്. ഞാൻ മനസ്സിലാക്കിയിട്ട് എന്ത് കാര്യം? നീ ഈ നാട്ടിൽ നിന്ന് പോണം. ദയവ് ചെയ്ത് എൻ്റെ കൺമുന്നിൽ വരരുത്. ഇതെന്താണെന്നറിയാമോ? ഇത് നിനക്ക് മെന്റലാണെന്ന സർട്ടിഫിക്കറ്റ്. ഇത് കോടതിയിലെത്തിയാൽ നിനക്കൊരിക്കലും ജോലി കിട്ടില്ല. പോലീസിലെന്നല്ല, ഒരു പെട്ടിക്കടയിൽ പോലും. എന്താ സാറേ, ഭീഷണിയാണോ? ഒരിക്കലുമല്ല. എൻ്റെ കൊച്ചുമകളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ്. അതുപോലെ നിന്റെ അമ്മയുടെ ആഗ്രഹം. നീ ഒരു പോലീസുകാരനാകുക എന്നുള്ളതാണ്. അത് നീ സാധിച്ചു കൊടുക്കണം. ഇതാ ഒരു കല്ലിന് 2 മാങ്ങാന്ന് പറയുന്നത്. സത്യം സാറിന്റെ പ്രശ്നവും തീർന്നു, എന്റെ പ്രശ്നവും തീർന്നു. മറിച്ചായാൽ ഇത് കോടതിയിലെത്തും. പിന്നെ
എടാ മോനെ, നീ താടിയൊക്കെ എടുത്തിട്ട് നീ ഒരു മനുഷ്യക്കോലാവാൻ നോക്ക്. ഇതാ പിടിക്ക്, ചെല്ലടാ, ചെല്ലു കുഞ്ഞേ. ചന്ദ്രൻ ചേട്ടോ, ഒരു ചായ. ഡേവിഡ്, ഇവിടെ പാലും പഞ്ചാരയൊന്നുമില്ല. വേറെ എവിടെയെങ്കിലും പോയി കുടി. ഡേവിഡേ. ആ തിരുമേനിയോ? എല്ലാം ഞാൻ കേട്ടു, വിഷമിക്കണ്ട. തിരുമേനിക്ക് എൻ്റെ അടുത്ത് വരാൻ പേടിയാവുന്നില്ലേ? ചിലർക്ക് പണത്തിനോട് ഭ്രാന്ത്, ചിലർക്ക് മണ്ണിനോട് ഭ്രാന്ത്, ചിലർക്ക് പെണ്ണിനോട് ഭ്രാന്ത്. അങ്ങനെ ഓരോ മനുഷ്യരും പലതരക്കാരാ. പക്ഷേ തന്നെ എനിക്ക് മനസ്സിലാവും. ഡേവിഡേ, ഇങ്ങോട്ട് വാടാ. നിന്റെ അമ്മ ആശുപത്രിയില്ല. നിങ്ങൾ മകനാണല്ലേ? അമ്മയ്ക്കല്പം സീരിയസാ. ഒരു സർജറി വേണ്ടിവരും. അതിന് 3 ലക്ഷം രൂപയെങ്കിലും വേണ്ടിവരും. ഇത്രയും രൂപ ഞാൻ എവിടും സംഘടിപ്പിക്കും? എന്നാ വല്ല സർക്കാർ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. പക്ഷേ അതുകൊണ്ട് നിങ്ങളുടെ അമ്മയെ രക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. താങ്കൾ ആലോചിച്ചിട്ട് റിസപ്ഷനിൽ പറഞ്ഞിരുന്നാൽ മതി. ഡേവിഡ്, അമ്മയ്ക്കൊരു സർജറി വേണം. 3 ലക്ഷം രൂപ വേണം. എന്നെ ഒന്ന് സഹായിക്കണം. മോനെ ഡേവിഡേ, ബിസിനസ്സൊക്കെ ആകെ ഡല്ലാടാ. മേരിയുടെ മാല പണയം വെച്ചിട്ടാ ഈ മാസം വണ്ടിയുടെ CC തന്നെ അടച്ചത്. തൽക്കാലം നീ വേറെ വല്ല വഴിയും നോക്ക്. ആ വട്ടൻ ഡേവിഡാ, അവനെ 3 ലക്ഷം രൂപ കടം വേണോന്ന്. അവന് പൈസ കൊണ്ട് കഞ്ചാവ് വാങ്ങാനാ. ഇതൊക്കെ അവൻ്റെ ഒരു നമ്പറല്ലേ? ആ വട്ടന് കടം കൊടുത്ത കേസ് കൊടുത്ത് പോലും തിരിച്ചു മേടിക്കാൻ കഴിയില്ല. അവനെ അങ്ങ് ഒഴിവാക്കിയാരെ. ഞാനിപ്പോ അവനെ കാണുമ്പോൾ ഒളിച്ചു നടക്കുക. അവന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച പോലെ ഒളിച്ചു നടക്കേണ്ട അവസ്ഥ. ദയനീയ. അമ്മയുടെ ജീവൻ വേദനിപ്പിക്കാതെ എടുക്കണേ. എന്തിനാ വിഷമിക്കുന്നേ?
അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. എന്റെ മോൻ വിഷമിക്കല്ലേ. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. എന്റെ മോൻ വിഷമിക്കല്ലേ. അമ്മച്ചിക്ക് ഒരു ആഗ്രഹമുണ്ട്, അതെന്റെ മോൻ നടത്തി തരണം. അമ്മച്ചിയുടെ ഏത് ആഗ്രഹവും ഞാൻ നടത്തി തരും. എന്റെ മോൻ ഒരു IPS ഓഫീസർ ആവണം. അമ്മച്ചിക്ക് വേറെ ഒന്നും വേണ്ട മോനെ. നാട്ടുകാർ അന്ന് മോനെ മനസ്സിലാക്കും. അമ്മേ, അമ്മച്ചി, അമ്മേ, 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 ഡോക്ടർ. എന്തു പറ്റി? ഞാനും അപ്പനും ഡൽഹിയിലായിരുന്നു. വന്നപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത്. എന്നോട് ക്ഷമിക്കണ്ടേ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഞാൻ അറിഞ്ഞില്ല. തൻ്റെ ജോലിക്കാരി എത്രയും പെട്ടെന്ന് ശരിയാക്കാൻ അപ്പൻ ഡൽഹി പറഞ്ഞിട്ടുണ്ട്. താൻ ധൈര്യമായിട്ടിരിക്കും, ഞാനുണ്ടോ കൂടെ. അതൊന്നും സാരമില്ല. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് കൈമോശം വന്നാൽ പിന്നെ എന്ത് പ്രയോജനം? പക്ഷേ കണ്ടാ പറയില്ല ഇത്രയും വിഷമമുള്ള ആളാണെന്ന്. ഗ്രേറ്റ്. എന്നാലേ പോയി കിടന്നുറങ്ങും, രാവിലെ ജോലിയുള്ളതാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സർ.
ആരാ? ഞാൻ കുറച്ച് ദൂരേന്നാ, ചാനലിൽ നിന്ന് വരുവാ. എന്താ കാര്യം? അകത്തോട്ടിരിക്കാം. വേണ്ട, ഞാൻ പുറത്തു നിന്നോളാം. എനിക്ക് 1-2 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. മനസ്സിലായില്ല. ഞാൻ തമിഴ്നാട്ടിൽ വാഹനാപകടങ്ങളിൽ മരിച്ച ആളുകളെ കുറിച്ചുള്ളൊരു ഫീച്ചർ തയ്യാറാക്കുന്നുണ്ട്. ഇവിടുത്തെ സാർ തമിഴ്നാട്ടിൽ നടന്നൊരു അപകടത്തിൽ മരിച്ചതല്ലേ? എന്തിനാണ് സാർ തമിഴ്നാട്ടിൽ പോയത്? വൃന്ദേ, പോയിരുന്നു പഠിക്ക്. അസോസിയേഷൻ്റെ ഒരു അവാർഡ് മേടിക്കാൻ വേണ്ടി തിരുനെൽവേലി പോയതാ. അവിടുന്ന് കാർഡ് വന്നു. പിന്നെ മാർട്ടിൻ്റെ ക്ഷണവും ഉണ്ടായിരുന്നു. ഓക്കെ മാം, താങ്ക് യു. ആ ശരി. ഡേവിഡേ, മാർട്ടിനെ നീയാ പൊക്കിയെന്ന് എനിക്കറിയാം. അവൻ എന്തെങ്കിലും സംഭവിച്ചാ നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ നശിപ്പിക്കും. മുരുകേഷ, എന്നെ നശിപ്പിക്കാൻ നീ നിന്റെ ഡീസൽ വെറുതെ കത്തിക്കണ്ട. എന്താടാ? ആ ഹരി, നാളെ ട്രിവാൻഡ്രത്ത് വെച്ച് കാണാം. താൻ നാട്ടിലൊക്കെ പോയിട്ട് സമാധാനമായിട്ടങ്ങ് എത്തിയാൽ മതി. ഞാൻ രാവിലെ വൈഫിട്ട് മറ്റന്നാൾ എത്തിക്കോളാം. ഓക്കെ, ഞാൻ ഇറങ്ങുക. ഇനി എന്നാൽ ലേറ്റ് ആവും. അപ്പഴേ ഞാനും സാറിന്റെ കൂടെ നിന്ന് വരുവാ. എന്നെ ചന്ദ്രദേവ് സാറിന്റെ വീട്ടിലേക്കൊന്ന് ഡ്രോപ്പ് ചെയ്തേക്ക്. വന്നോളൂ. എന്തായി? നഷ്ടമില്ലാത്തൊരു എക്സ്പീരിയൻസ് കിട്ടിയോ? ലോകത്ത് ഒരു ട്രെയിനിങ്ങിലും കിട്ടാത്ത വലിയ അനുഭവം എനിക്ക് കിട്ടി. മനസ്സിലായില്ല. ഈ കേസിലെ പ്രധാന പ്രതിയായ മാർട്ടിനെ വെറുതെ വിടാനുള്ള കാരണം? നമ്മുടെ ദൗത്യം കഴിഞ്ഞു. ഇപ്പം നടന്ന മരണം സാധാരണമോ അസാധാരണമോ? പിന്നെ ആരാണത് ചെയ്തത്? നമ്മളത് കണ്ടെത്തി കഴിഞ്ഞു. സർ, മാർട്ടിനെ അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ. തെളിവുകൾ, സാക്ഷികൾ എന്തെങ്കിലും ഉണ്ടോ? തെളിവുകളെല്ലാം നശിപ്പിച്ചില്ലേ? സാക്ഷികളെല്ലാം കൊന്നില്ലേ? പിന്നെ എന്ത് ചെയ്യാനാ? സർ, ആ കൊലയാണ് മാർട്ടിനല്ല. മാർട്ടിന് നിർദ്ദേശം കൊടുക്കുന്ന ഒരാളുണ്ട്. അതാരാണ്? മാർട്ടിൻ അയാളെ നിരന്തരം വിളിച്ചു. അയാളുടെ അടുത്തിടെ മാർട്ടിൻ ആയതുകൊണ്ടാണ് ഞാൻ... ബാക്കി ഞാൻ പറയാം. എന്നാൽ നമുക്കിനി കുറച്ചു നേരം പുറത്തിറങ്ങി സംസാരിക്കാം. ഞാൻ പറയാം. മെർലിൻ മാർട്ടിനെ മറ്റൊരിടത്തേക്ക് മാറ്റി. മാർട്ടിനിൽ നിന്നും ഞാനൊരു സത്യം മനസ്സിലാക്കി. മാർട്ടിന് നിരന്തരമായി വന്നിരുന്ന ആ കോൾ ആരുടേതാണെന്ന്. യെസ്, ഡേവിഡ് സാമുവൽ, CBCID. That is my number. പക്ഷേ നിനക്ക് തെളിയിക്കാൻ ഒരു സാക്ഷി പോലും ഇന്ന് ജീവനോടെ ഇല്ല. ഞാൻ ഈ കേസ് അന്വേഷിക്കാൻ വന്നത് തെളിവുണ്ടാക്കാനല്ല, ഉള്ള തെളിവ് നശിപ്പിക്കാൻ. അഡ്വക്കേറ്റ് സത്യദേവിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ കൊന്നതും, ആംബുലൻസ് ഡ്രൈവർ മൊയ്തീനെ കൊന്നതും, വർക്ക്ഷോപ്പ് മേശിരി സൂണനെ കൊന്നതും എല്ലാം ഞാനാണ്. അങ്ങനെ എനിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ഞാൻ നശിപ്പിച്ചു.
ഉറപ്പിക്കാൻ വരട്ടെ. നിങ്ങൾ പറഞ്ഞിട്ടാണ് അഡ്വക്കേറ്റ് സത്യദേവനെയും സൈക്കോളജിസ്റ്റിനെയും കൊന്നതെന്ന് മാർട്ടിൻ പറയും. അതിന് മാർട്ടിൻ എവിടെ? എന്റെ കസ്റ്റഡിയിലുണ്ട്. എവിടെ സംസാരിക്കണമെങ്കിലും മാർട്ടിൻ വരും. അതിന് നമ്മുടെ കോടതിയിൽ ആത്മാക്കൾക്ക് സംസാരിക്കാനുള്ള മാർഗം ഇല്ലല്ലോ മെർലിൻ. എനിക്ക് സംശയമുണ്ടായിരുന്നു. നീ പോയ സ്ഥലങ്ങളിലെല്ലാം ഞാൻ നിന്നെ ഫോളോ ചെയ്തിരുന്നു. സൈക്കോളജിസ്റ്റിന്റെ വീട്ടിൽ നീ എൻക്വയറിക്ക് പോയപ്പോഴും മാർട്ടിനെ നീ ഒളിവിൽ താമസിപ്പിച്ചെടുത്തുമെല്ലാം ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്തിനാണ് നീ സത്യദേവനെയും സൈക്കോളജിസ്റ്റിനെയും കൊന്നത്? ഞാൻ പറയുന്ന അനുസരിച്ച് നീ ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ സുഗത നേതാവിന്റെ കേസ് കുത്തിപ്പൊക്കി നീ പുറത്തിറങ്ങാത്ത വിധം നിന്നെ ഞാൻ പൂട്ടും. അവന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിയല്ലാതെ എനിക്ക് വേറെ മാർഗമില്ലായിരുന്നു. എനിക്ക് കുറേയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കെ, എന്തായാലും എന്ത് വന്നാലും നീ പുറത്തിറങ്ങരുത്. എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. ഞാൻ നിന്നെ വിളിച്ചോളാം. ടേക്ക് കെയർ. ക്ഷമിക്ക് മാർട്ടിനെ, എനിക്കൊരു തെളിവും ബാക്കി വയ്ക്കുന്ന സ്വഭാവമില്ല. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, വാളെടുത്തവൻ വാളാൽ. ചില കേസുകൾ നമ്മൾ തന്നെ ഓക്കെ സർ. അന്വേഷണം എവിടം വരെയായി? വല്ല തുമ്പും കിട്ടി? പൂർത്തിയായി സാർ. എനിക്കറിയാം തന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് നടക്കുമെന്ന്. അതുകൊണ്ടാ അങ്ങനെ ഒരു ദൗത്യം തന്നെ ഏൽപ്പിച്ചത്. വളം വന്നിട്ടുണ്ട് സാർ. എന്തിനാണ്? ചെക്ക് കൊടുത്താൽ മതി. ആ, അത് മതി. കണ്ടോ, കിടക്കുന്ന കിടപ്പ് കണ്ടോ?
തമിഴ്നാട്ടിൽ വെച്ച് വണ്ടി ഇടിച്ചയാ. ഞാൻ ചായ എടുക്കാം. കുടിക്ക്. എന്നാ സാർ ഞാൻ ഇറങ്ങട്ടെ. ശരി. അത് അവിടെ വെച്ചോളൂ. സാറിന്റെ രാഷ്ട്രീയ പിൻഗാമിയാകാൻ കുടുംബത്തിൽ ആളില്ലാതായി പോയില്ലേ സാറേ? ഞാൻ വരട്ടെ. ഹലോ. താൻ പറഞ്ഞത് ശരിയാണല്ലോ. എനിക്ക് ശേഷം എൻ്റെ രാഷ്ട്രീയ പിൻഗാമിയാവാൻ എൻ്റെ കുടുംബത്തിലാണ് എന്നാണ് ഞാൻ കരുതുന്നത്.